പിന്നെ വരുന്ന CRM സോഫ്റ്റ്വെയർ. നിങ്ങൾ ചെറിയൊരു ഫേമിൽ 2-3 ടെലികോളേഴ്സിന് വെക്കുന്നത്, അല്ലെങ്കിൽ ഇൻ കേസ് ഇപ്പം നമുക്ക് ടെലികോളിങ്ങിന് വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് വീട്ടമ്മമാർ വീട്ടിലിരുന്നിട്ട് വർക്ക് ഫ്രം ഹോം വർക്ക് ചെയ്യുന്നുണ്ട് ടെലികോളറായിട്ട്. അപ്പൊ ടെലികോളിംഗ് ചെയ്യുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഒരു കോള് നമുക്കിപ്പോൾ ഡാറ്റ ഉണ്ട്, എക്സൽ ഡാറ്റ ഉണ്ട്, അതിപ്പോ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരത് ഫോണിൽ ചിലപ്പോൾ എല്ലാ വീട്ടമ്മമാരും സിസ്റ്റം ഒന്നും കൊണ്ടിരിക്കാൻ പറ്റുന്നത്. അപ്പൊ അവർ ഫോണിലെടുത്ത് എക്സലിലെ നമ്പർ എഴുതി മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ്, ഇന്ന ദിവസം കോൾ ബാക്ക് ചെയ്യണം എന്നത് എഴുതി വെച്ച്, അല്ലെങ്കിൽ അത് ഫോണിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ഒരു CRM സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ചെറിയ കോസ്റ്റിൽ CRM സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഒരു കോള് ആ ആപ്പിന്റെ ഉള്ളിൽ തന്നെ, അതിന് ആപ്പും ഉണ്ടാവും, നമുക്ക് സിസ്റ്റം ഉണ്ടാവും. നമുക്ക് നമ്മുടെ കയ്യിൽ ഡാറ്റ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇന്ന ആൾക്ക് ഇത്ര ഡാറ്റ നമ്മൾ അസൈൻ ചെയ്യുന്നു, നമ്പർ അടിക്കുന്നു, 10 അല്ലെങ്കിൽ 100 ഡാറ്റ എൻ്റർ, അവരെ ഫോണിലോട്ടേക്ക് ആ 100 ഡാറ്റ വരുന്നു. അവർ ഡേ ബൈ ഡേ ഒരു ആ ആപ്പിൽ ആ നമ്പർ എടുക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി കോളിൽ പോയി കോൾ എടുക്കുന്നു. കോൾ വിളിച്ചു കഴിഞ്ഞിട്ട് അവർ ഇൻട്രസ്റ്റഡ് ആണ്, ഓക്കെ, അവിടെ ആപ്പിൽ തന്നെ ഇൻട്രസ്റ്റഡ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇൻട്രസ്റ്റഡ് മാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ കോൾ ബാക്ക് ആണെങ്കിൽ കോൾ ബാക്ക്, എത്രാം തീയതി കോൾ ബാക്ക് ചെയ്യണോ എന്നുള്ളതെല്ലാം മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർന്നു. അപ്പം നമുക്കും ഈ ആസ് എ ഫേം അല്ലെങ്കിൽ ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാം. അവർ വിളിക്കുന്നുണ്ടോ, എത്ര വിളിച്ചു, എത്ര വിളിച്ചില്ല, ചോദിക്കണ്ട, വിളിച്ചു ചോദിക്കണ്ട, പേപ്പറിൽ എഴുതിയത് മനസ്സിലാവാണ്ടോ, പേപ്പർ മിസ്സായി, അങ്ങനത്തെ ഒരു ഇതുമില്ല. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ